നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 2-1 എന്നുള്ള സ്കോർ ലൈനിൽ സിറ്റി ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ട് 3 പോയിന്റ് മാത്രമാക്കിയിട്ട് ഡിഫറൻസ് കുറച്ചിരിക്കുകയാണ് ലീഗിൽ. ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ സിറ്റി ഒരു മത്സരം കുറച്ചേ കളിച്ചിട്ടുള്ളൂ. അഥവാ അവർ ബേൺലി ആയിട്ട് വിൻ ചെയ്യുകയാണെങ്കിൽ ടേബിൾ ടോപ്പേഴ്സായിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും വരും മത്സരങ്ങളുടെ റിസൾട്ട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് ലീഗ് ടൈറ്റിൽ വിന്നേഴ്സിനെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പൊസിഷനൊക്കെ സിറ്റിക്ക് തന്നെയായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആഴ്സണലിൻ്റെ ബേസിക് ടെക്നിക്കാലിറ്റിയുടെ പ്രശ്നങ്ങളായിരുന്നു. പാസിംഗ് ആക്യുറസിയൊക്കെ വളരെയധികം കുറഞ്ഞൊരു രീതിക്ക് ആഴ്സണലിനെ ലാസ്റ്റ് ഗെയിമിൽ, അതായത് സിറ്റിക്കെതിരെ കണ്ടു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ ഡിസൈഡർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മാച്ചിൽ പ്ലെയേഴ്സ് ടേൺ അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പറയുമ്പോൾ ഒരു ടീമിന് റിസൾട്ട് കൈവരിക്കാൻ അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ആ വക കാര്യങ്ങൾ ഈ ഗെയിമിലും ആഴ്സണലിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സിറ്റി ആഴ്സണലിനെ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്തതെന്നുള്ള അനാലിസിസ് നമുക്ക് നോക്കാം. സിറ്റിയുടെ പാസ് മാപ്പിലേക്കൊക്കെ വരുമ്പോൾ സക്സസ്ഫുൾ പാസസിൻ്റെ ഡെൻസിറ്റിയും റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ചാനലിൽ വളരെയധികം ഡെൻസായി എടുക്കുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അറ്റാക്കിംഗ് സൈഡ്സ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിറ്റിക്ക് പ്രൊമിനൻ്റ് ആയിട്ടുള്ള അറ്റാക്സ് നടത്താൻ സാധിച്ചു എന്നുള്ളത് കാണാം. ഈ ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കുമ്പോൾ കൂടുതലും ഓവർലോഡായി നിൽക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്കുവിനെ ഐസൊലേറ്റ് ചെയ്തിട്ടായിരുന്നു സിറ്റി സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നിക്കോ ഒറൈലി വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദിസ് മാച്ച് എന്ന് തോന്നിപ്പിച്ച് നിക്കോ ഒറൈലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ മെസ്കേറയും ഡോക്കുവിനെയും ഐസൊലേറ്റ് ചെയ്യുകയും ഇൻഡെപ്തിലേക്ക് ഹാഫ് സ്പേസിൽ നിന്നിട്ട് റണ്ണുകൾ നടത്തുകയും ചെയ്യുന്ന നിക്കോ ഒറൈലി കൂടെ ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിറ്റിക്ക് ഓവർലോഡ് ചെയ്യാൻ സാധിച്ചു. ഈവൻ ഇൻ കേസ് മാച്ചപ്സ് ആണെങ്കിൽ പോലും ഡോക്കുവിന് 1v1 സിറ്റുവേഷൻസിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉള്ളതിനാൽ സിറ്റിക്ക് അത് ഡോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതേ ഒരു പാറ്റേണിലാണ് റയൻ ചോക്കിയുടെ ഫസ്റ്റ് ഹാഫിൽ പോസ്റ്റിൽ അടിച്ച് മടങ്ങിയിട്ടൊരു ചാൻസ് സിറ്റിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ഫേസിൽ ഡോക്കുവിന് മൊസ്കേറയായിട്ട് 1v1 കിട്ടുകയാണ് ആദ്യം. അത് ഡോമിനേറ്റ് ചെയ്തിട്ട് പിന്നീടും ആ ഒരു പ്രോഗ്രഷൻ നടക്കുമ്പോൾ റൊട്ടേഷൻസ് സംഭവിക്കുമ്പോൾ എന്താ നടക്കുക? മോസ്റ്റ്ലി നമ്മൾ 1v1s മാച്ചപ്പ് ചെയ്യാനായിട്ട് ഫുൾ ബാക്കും ഒപ്പോസിഷൻ വിങ്ങറും ആയിരിക്കും നമുക്ക് കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പൊസിഷണൽ റൊട്ടേഷൻസ് നടക്കുമ്പോൾ സ്വന്തം ടീമിൻ്റെ വിങ്ങർ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് നമ്മൾക്കൊരു 5th ഡിഫൻഡറായിട്ട് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ വന്നു ചേരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് വലിയൊരു മാച്ചപ്പിൽ ഡിഫറൻസ് കാണാം. കാരണം ഡോക്കു മഡ്വേക്കനായിട്ട് 1v1 പോകുന്ന ആലോചിക്കുക, ആർക്കായിരിക്കും ഡോമിനൻസ് ഉണ്ടാവുക? ഒബ്വിയസ്ലി ഇറ്റ് വുഡ് ബി ഫോർ ഡോക്കു. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മറ്റു പ്ലേയേഴ്സിന് മാച്ചപ്പ് വരികയും ഡോക്കു 1v1 സിറ്റുവേഷൻ ഓപ്പോസിഷൻ വിങ്ങറായിട്ട് വരികയും ചെയ്യുമ്പോൾ അവിടെ അഡ്വാൻറ്റേജ് സിറ്റിക്ക് തന്നെയായിരിക്കും. ഇത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് സിറ്റിക്ക് സാധിച്ചു. മഡ്വേക്കനെ ഈസിലി ബെയ്റ്റ് ചെയ്തിട്ട് ഡോക്കു ഒക്കെ സർപ്പാസ് ചെയ്യുമ്പോൾ അവിടെ ഹാഫ് സ്പേസ് ചാനലിലേക്ക് റണ്ണ് കടത്താനായിട്ട് ഒറൈലിക്ക് സാധിക്കുന്നു. അവിടെ നിന്ന് കട്ട് ബാക്കുകളും ക്രോസസും കൊടുക്കാനായിട്ട് ഒറൈലിക്ക് സാധിക്കുമ്പോൾ പ്രസൻസ് ഓഫ് ബോക്സിൽ ഹാളൻഡായിട്ടും പിന്നീട് ഓപ്പോസിഷൻ സൈഡിൽ ബെർണാഡോ സിൽവയും സെമന്യോ ഒക്കെ വന്നു ചേരാനായിട്ടും സിറ്റിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനീ പറഞ്ഞ അതേ പാറ്റേൺ അവിടെ സംഭവിക്കുന്നത്. മഡ്വേക്കയായിട്ട് ഡോക്കു 1v1 വരുന്നു. ഡോക്കു അത് ഡോമിനേറ്റ് ചെയ്തിട്ട് മഡ്വേക്കനെ സർപ്പാസ് ചെയ്തിട്ട് ആ പാസ് ഹാഫ് സ്പേസ് ചാനലിലേക്ക് കൊടുക്കുകയാണ്. ഒറൈലി അത് കട്ട് ബാക്ക് ചെയ്തിട്ട് പ്രസൻസ് ആയിട്ട് ബോക്സിലുള്ളത് ഹാളൻഡാണ്. അവിടെ ചാൻസ് ഹാളൻഡ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ റീബൗണ്ട് വരുന്ന ചെർക്കിലേക്കാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും? ചെർക്കി എടുക്കുന്ന ഷോട്ടാണ് പോസ്റ്റിലടിച്ച് തിരിച്ചു മുടങ്ങുന്നത്. ഇതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നിക്കോ ഒറൈലി അത്രയും ഫെർദർ അപ്പ് പുഷ് ആയി കഴിഞ്ഞാൽ 1v1s അവിടെ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ആഴ്സണലിന് ട്രാൻസിഷൻ അടിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മഡ്വേക്കയുടെ സൈഡിലൂടെ തന്നെ. കാരണം എന്താ, ഫുൾ ബാക്ക് ഔട്ട് ഓഫ് പൊസിഷൻ ആയിരിക്കും, ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് ഡിഫൻഡേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ട്രാൻസിഷനിൽ അടിക്കാനായിട്ടും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആഴ്സണലിന് സാധിച്ചിരുന്നു. ഇനി സിറ്റി ലോങ് പോകുമ്പോഴും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഷേപ്പ് കാണാൻ പറ്റിയിട്ട് ഹാളൻഡും ഡോക്കും ഈ പറയുന്ന സൈഡ് ലൈൻ ഹഗ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെന്തിനായിരുന്നു? സെമന്യോനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. ആ ഒരു സ്ട്രാറ്റജി അവർക്ക് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു നമുക്ക് മനസ്സിലായിരുന്നു. പല സമയങ്ങളിലും ആഴ്സണലിൻ്റെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിന് ഒരുപാട് ലോഡ് വരുന്ന പോലെ തോന്നി. വലിയ ഡിസ്റ്റൻസസ് ഇന്നലെ കവർ ചെയ്യേണ്ടി വരുന്നതായിട്ട് ഇന്നലെ ആഴ്സണലിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റിയിരുന്നു. പ്രത്യേകിച്ച് റൈസിനായാലും സുബമെൻഡിക്കായാലും. ഇതേ കാരണം കൊണ്ട് തന്നെ കമ്പൈൻ വിത്ത് പൊസിഷണൽ റൊട്ടേഷൻസ് സിറ്റിക്ക് ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റി. നമുക്ക് പല സിറ്റുവേഷനിലും ഡോക്കു റൈറ്റ് വൈറ്റ് ചാനലിലേക്ക് വരുന്നതുകൊണ്ടും അവിടെ നിന്ന് കമ്പൈൻ ചെയ്യാനായിട്ടും ഈവൻ സെമിന്യോയ്ക്ക് ആ ഒരു ഫെർദർ ഔട്ട് ബോക്സിൻ്റെ ഇടയിൽ റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്യാനുള്ള അവസരം അവിടെ ആഴ്സണലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് മെയിൻലി അവരുടെ സ്ട്രക്ചറിൻ്റെ പ്രശ്നമായിരുന്നു. കാരണം സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ 2 പേരായിട്ട് വരുമ്പോൾ അത്രയും നാരോ ആയിട്ട് നിന്നില്ലെങ്കിൽ ഇന്നർ ചാനലിലൂടെ പാസസ് പ്ലേ ആവും. അങ്ങനെ പാസസ് അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനെ ടേൺ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പ്ലേയേഴ്സിന് സാധിക്കും.
സിറ്റിക്ക് പലതരത്തിലുള്ള വേരിയേഷൻ ഉണ്ടായിരുന്നു ബിൽഡപ്പിൽ, പ്രത്യേകിച്ച് മാൻ ടു മാൻ സിസ്റ്റത്തിലേക്ക് ആർസണൽ പോകുമ്പോൾ അവർക്ക് +1 എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങളിലും ആ ഒരു ആഗ്രഹത്തിനെ സിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സെൻറ്റർ ബാക്സിനെ വൈഡായിട്ട് ഇടുന്നു, ഫുൾ ബാക്സിനെ ഹൈ ആയിട്ട് പുഷ് ചെയ്യുന്നു, മിഡ്ഫീൽഡിലേക്ക് ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പരിധിക്ക് അപ്പുറം ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ആർസണൽ ബ്രേവ് എനഫ് ആയിരുന്നില്ല ആ ഒരു ഫോളോ ചെയ്തിട്ട് മാൻ ടു മാൻ അത്രയും ഡീപ്പായിട്ട് പോകാനായിട്ട്. ഇനി ഓൾ ഓവർ ദ പിച്ച് മാൻ ടു മാൻ പോയിരുന്ന സാഹചര്യത്തിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് കൊടുക്കുന്നത് കാരണം സുബിമിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ആ ഒരു 6 ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുമ്പോൾ നിക്കോ ഒറൈലിക്ക് സെക്കൻഡ് ബോൾസിനായിട്ട് മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ലിങ്ക് ചെയ്യാനുള്ള ടൈം മേടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഈ പല വേരിയേഷൻ ഉണ്ടായെന്ന് ഞാൻ പറയുമ്പോൾ അതിലൊന്നായിരുന്നു റോഡ്രി ഡ്രോപ്പ് ചെയ്തിട്ട് സെൻറ്റർ ബാക്സിനെ നടുക്ക് വരാമെന്നുള്ളത്. ഇതെന്തിനായിരുന്നു? മാൻ ടു മാൻ പ്രസ്സിങ്ങിലേക്ക് ആർസണൽ പോകുമ്പോൾ അത്രയധികം പ്ലേയേഴ്സിനെ ഡ്രോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ഓപ്പൺ അപ്പം ഈ സ്പേസസ് യൂട്ടിലൈസ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സിറ്റി ഇങ്ങനെ ചെയ്തിരുന്നത്. ഇതിൽ തന്നെ സെൻറ്റർ ബാക്സിനെ വൈഡായിട്ട് പുഷ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്വിച്ച് ഓഫ് പ്ലേസ് നടന്നു കഴിഞ്ഞാൽ സെൻറ്റർ ബാക്സിനെ റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയിരുന്നു. മാർക്ക് ഗെഹയ്ക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ടച്ചസ് എടുത്തിട്ടുള്ള പ്ലെയേഴ്സ് ആയിരുന്നു ഗെയിമിൽ. കുസിനോവായാലും റിസീവ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യുന്നതുകൊണ്ട് സ്വിച്ച് ഓഫ് പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതിന്. ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് റോഡ്രി ആയിരുന്നു ആ സ്വിച്ച് ഓഫ് പ്ലേസിനെ സ്ട്രിങ്സ് വലിച്ചിരുന്നത്. അതിന് റോഡ് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ പോലും തേർഡ് മാൻ പാസിലൂടെ ആവാം, അല്ലെങ്കിൽ ഫൈനൽ തേർഡിലാണെങ്കിൽ പോലും സ്വിച്ച് ഓഫ് പ്ലേസ് റോഡ്രിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ചെർക്കിയുടെ ഗോള് വരുന്നതും. അവിടെ റോഡ്രി കൊടുത്ത സ്വിച്ചിൽ നിന്നിട്ടാണ് ചെർക്കി ആ സോണിൽ റിസീവ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രില്യൻസിലൂടെ ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. ആ ഒരു ഗോൾ സ്കോർ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് പ്ലേ പ്രിസൈസ്ലി സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും അതിലൊരു ഗുണം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സ്വിച്ച് ഓഫ് പ്ലേനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ബാക്ക് ആണ് ഫസ്റ്റ് കോൺടാക്റ്റ് വിൻ ചെയ്യുന്നത്. ആ കോൺടാക്റ്റ് വിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്ക് ലൈൻ കുറച്ച് വൈഡ് ആവുകയാണ്. ഇതേ ഒരു സോണിൽ നിന്നിട്ട് ചോക്കി തൊട്ടു മുന്നും സെയിം ടൈപ്പ് ഓഫ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. പക്ഷേ അതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ബാക്ക് ലൈൻ ഇൻടാക്റ്റ് ആയിരുന്നു, കൂടുതൽ പ്ലേയേഴ്സ് ബോളിന് ചുറ്റും പ്രഷർ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്വിച്ച് ഓഫ് പ്ലേ ഡീൽ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോൺടാക്റ്റ് വിൻ ചെയ്യുകയും അവിടെ നിന്ന് ഒരു ടേൺ ഓവർ നടക്കുകയും ചെയ്യുമ്പോൾ സിറ്റിക്ക് അല്ലെങ്കിൽ ചോക്കിക്ക് അവിടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വേണ്ടിയിട്ട് സ്പേസ് കിട്ടുകയാണ്. ടൈറ്റ് സ്പേസ് ആണ്. ആ ഒരു സ്പേസ് എന്നുള്ളതിന് എല്ലാ പ്ലേയേഴ്സിനൊന്നും അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒന്നുമല്ല. പക്ഷേ ഉള്ള കാര്യങ്ങൾ അത്രയും മാക്സിമത്തോടുകൂടി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള എലീറ്റ് പ്ലെയർ ചെയ്യുക. അതേപോലെ തന്നെ ചോക്കി അവിടെ ഡ്രിബിൾ ചെയ്തിട്ട് ഒന്നും എടുത്ത് പറയാനില്ല, ആബ്സല്യൂട്ട്ലി അമേസിങ് ആയിട്ട് അവിടെ ഫിനിഷ് ചെയ്യാൻ. സോ ആ ഒരു ഫിനിഷിലൂടെ സിറ്റി ലീഡ് എടുക്കുകയാണ്. തിരിച്ചടിക്കുന്നുണ്ട് ആർസണൽ. ഡോണറുമയുടെ മിസ്റ്റേക്കിൽ നിന്നിട്ടായിരുന്നു. കീപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നിട്ട് ഇതേപോലെ 2 ബ്ലണ്ടേഴ്സ് ഇന്നലെ കണ്ടു. ഒന്ന് ഡോണറുമയുടെ കയ്യിൽ നിന്നും ഒന്ന് റയയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ റയയ്ക്ക് ഒരു ലക്കി എസ്കേപ്പ് കിട്ടി. പക്ഷേ ഡോണറുമയ്ക്ക് അവിടെ ആ ഒരു പ്രസ്സിങ്ങിലൂടെ ഹാവേർട്സ് ഔട്ടിൽ നിന്നിട്ട് ഇൻവേർട്ട് വന്ന് പ്രസ് ചെയ്യുന്നു, അവിടെ പ്രഷർ കൊടുക്കുന്നു, അത് വിൻ ചെയ്തിട്ട് നേരെ ഗോളാവാണ്. ഇനി സിറ്റിയുടെ ഡിഫൻസീവ് ഷേപ്പിലേക്ക് വരുമ്പോഴും രസകരമായിരുന്നു. ഒരു 4-2-4 എന്നുള്ള ഷേപ്പിലായിരുന്നു. ഈ ഒരു 4-2-4നെ അപ്രോച്ച് ചെയ്യാനായിട്ട് ആർസണലിന് ഓവർലോഡ്സ് മിഡ്ഫീൽഡിൽ കൊടുക്കാൻ സാധിച്ചിരുന്നു. ഒരു 3v2 എന്നുള്ള സിറ്റുവേഷൻ പലപ്പോഴും മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിരുന്നു. ഈ ഒരു ഫ്രണ്ട് ഫോർ ഗ്യാപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ, അതായത് അവർ നേരോ അല്ലാതെ വൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർസണലിന് ആ ഗ്യാപ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സിറ്റിയുടെ ഫ്രണ്ട് ഫോർ അത്രയും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു, അത്രയും നന്നായിട്ട് പ്രസ് ചെയ്തു. മൊമെൻറ്റ്സിൽ മാത്രമായി പ്രസ് ചെയ്തുകൊണ്ട് ബാക്കി മിഡ് ബ്ലോക്കിലേക്ക് ഇരിക്കാനും അറൗണ്ട് ദ ബ്ലോക്ക് ആർസണലിനെ പുഷ് ചെയ്യാനായിട്ടും സിറ്റിക്ക് നല്ല സാധിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചേഞ്ചസ് വരികയാണ്. മഡ്വാക്കിക്ക് പകരം മാർട്ടിനെല്ലി വരുന്നു. സ്റ്റിൽ സിറ്റി സെക്കൻഡ് ഗോൾ അടിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ചാനലിലൂടെ തന്നെയാണ്. അവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവാണ് ഡോണറുമയുടെ കയ്യിൽ നിന്ന്. ആ ബെയിറ്റ് ചെയ്യുന്നു. നോക്കിയാൽ ഒരു അണ്ടർആം റോൾ കൊടുക്കുക എന്നുള്ള രീതിക്ക്, സെൻറ്റർ ബാക്കിന് കൊടുക്കുക എന്നുള്ള രീതിക്ക് ബെയിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് മാർട്ടിനെല്ലി അവിടെ കമ്മിറ്റ് ചെയ്യാണ്. കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിങ്ങറും സെൻട്രൽ ലൈൻ ഓഫ് ഡിഫൻസിലുള്ള പ്ലെയറും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് സൃഷ്ടിക്കുന്നു. ആ ഗ്യാപ്പിനിടയിലൂടെ ത്രോ കൊടുത്തുകൊണ്ട് ഫുൾ ബാക്ക് ഓൺ ആവുന്നു. ഡയറക്റ്റ്ലി അറൗണ്ട് ദ ബ്ലോക്ക് പോകുന്നതിന് പകരം ഡയറക്റ്റ്ലി ഫുൾ ബാക്കിൻ്റെ കയ്യിലേക്ക് ബോൾ എത്തിക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഓറൈലി പ്രോഗ്രസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ചാനലിൽ വളരെയധികം പ്രോബ്ലംസ് ആയിരുന്നു ഇവർ രണ്ടുപേരും സൃഷ്ടിച്ചിരുന്നത്. അതേപോലെ തന്നെ ഒറൈലി ആ ഒരു സുബിമെൻറ്റിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഹാഫ് സ്പേസ് ചാനലിലേക്ക് വലിച്ചുകൊണ്ടുപോകണം. വലിച്ചുകൊണ്ടുപോകുമ്പോൾ സംഭവിക്കും, ഐസൊലേഷൻ കൊടുക്കുന്നു, ഡോക്കുവിന് ഐസൊലേഷൻ കൊടുക്കുന്നു. പിന്നീട് അവിടെ നിന്ന് കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന പാസിലൂടെയാണ്, റൊട്ടേറ്റ് മിസ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്ന പാസിലൂടെയാണ് ഹാളൻഡ് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. 8 ബാറ്റിലായിരുന്നു. ആ 1v1 ബാറ്റിൽ വിൻ ചെയ്തിട്ട് ഹാളൻഡ് അവിടെ ആബ്സല്യൂട്ട്ലി അമേസിംഗ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഇങ്ങനെ 2-1 സ്കോർ ലൈനിൽ ലീഡ് എടുത്തിട്ട് സിറ്റി ആ ഗെയിം കംപ്ലീറ്റ് ചെയ്യാണ്. നല്ല രീതിക്ക് ടൈം മാനേജ്മെൻറ്റും ഗെയിം മാനേജ്മെൻറ്റൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. 3 പോയിൻ്റ് പോക്കറ്റിലാക്കിയിട്ട് ടേബിളിൽ സെക്കൻഡ് പൊസിഷനിലാണ് ഇപ്പോഴും. പക്ഷേ 3 പോയിൻറ്റ്സ് വ്യത്യാസം മാത്രത്തിൽ ഒരു ഗെയിം ഇൻ ഹാൻഡ് കൊടുത്തിട്ട് സിറ്റി ഇപ്പോൾ നിൽക്കുന്നു. നെക്സ്റ്റ് മാച്ച് സിറ്റിക്ക് ബേൺലിയാണ്. ജയിക്കും തന്നെ നെക്സ്റ്റ് മാച്ച്.
നെക്സ്റ്റ് മാച്ച് സിറ്റിക്ക് ബേൺലിയാണ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ്. പക്ഷേ പ്രീമിയർ ലീഗാണ്, ഒന്നും പറയാൻ കഴിയില്ല. ഇനി വരുന്ന മാച്ച് ഈവൻ ഇത് ജയിച്ചാൽ പോലും ഇനി മാച്ചസ് വരാനുണ്ട്. അതിലെന്താ റിസൾട്ട്സ് ഒന്നും അറിയില്ല. FA കപ്പ് ഉണ്ട്, പിന്നെ ചാമ്പ്യൻസ് ലീഗ് ആർസണൽ വരുന്നുണ്ട്. സോ രണ്ട് ടീമുകൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് ഹോട്ടായിട്ടുള്ള ടൈറ്റിൽ റേസ് ഈ വർഷം പ്രതീക്ഷിക്കാം. വരുന്ന മാച്ചസിൻ്റെ അനാലിസിസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ വാച്ച് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. സപ്പോർട്ട്സിന് ഒരുപാട് നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.